പെരുമ്പാവൂരിൽ ലഹരി വ്യാപനം നിയന്ത്രണമില്ലാതെ നീളുന്നു. അന്യസംസ്ഥാനക്കാരുടെ മറവിൽ ലഹരി വിൽപ്പന കൊഴുപ്പിക്കുന്നത് നാട്ടുകാർ തന്നെയെന്നാണ് ആക്ഷേപം. ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ ശല്യവും ടൗണിൽ അധികരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജൂലൈ 3-ന് മന്ത്രി രമേശ് ചെന്നിത്തല നടത്തുന്ന സന്ദർശനം എങ്ങനെ ഗുണകരമാകുമെന്ന് കാത്തിരിക്കുകയാണ് പെരുമ്പാവൂർകാർ. അതിഥി തൊഴിലാളികളുടെ ക്രമാതീതമായ ബാഹുല്യത്തിന് പേരുകേട്ടതാണ് പെരുമ്പാവൂർ നഗരം. വർഷങ്ങളായി ഇവിടേക്ക് ജോലി അന്വേഷിച്ചെത്തുന്ന ലക്ഷക്കണക്കിന് അന്യസംസ്ഥാനക്കാരുടെ താവളമാണ് ഇവിടം. ആദ്യം പ്ലൈവുഡ് കമ്പനികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ അതിഥികൾ വന്നതെങ്കിൽ ഇപ്പോൾ ഇവരില്ലാതെ ഒന്നും നടക്കില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ. കടകളിലും ഹോട്ടലുകളിലും നിർമ്മാണ ജോലികളിലും വസ്ത്രശാലകളിലും ഉൾപ്പെടെ എല്ലായിടത്തും ഇവരേ ഉള്ളൂ എന്നതാണ് അവസ്ഥ. ബംഗാൾ കോളനികളും ഭായി കവലകളും വരെ ഇന്നിവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കാനാണ് കടയുടമകൾക്കും താല്പര്യം. തുടക്കത്തിൽ പുകയില ചവച്ചും മുറുക്കിത്തുപ്പിയും നടന്ന ഭായിമാർ ഇപ്പോൾ ലഹരി വസ്തുക്കളുടെ മൊത്തക്കച്ചവടക്കാരായി മാറി. ഇവർക്ക് ധൈര്യം പകരാനും കമ്മീഷൻ വാങ്ങാനും നാട്ടുകാരായ ആളുകൾ കൂടെ ചേർന്നതോടെ ലഹരി കച്ചവടം പൊടിപൊടിച്ചു. ഞായറാഴ്ചകൾ ഇവരെല്ലാം ചേർന്ന് ടൗൺ ഉത്സവ ലഹരിയാക്കി. പോകെ ചെറുലഹരികൾ കഞ്ചാവിലേക്കും രാസലഹരിയിലേക്കും നീണ്ടു. നാട്ടുകാരായ ആളുകളുടെ ഒത്താശയാണ് ഇതിനെല്ലാം പിന്നിൽ. ഇപ്പോൾ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ ഹബ്ബാണ് പെരുമ്പാവൂർ. ഇവരുടെ ഏജന്റുമാരും കസ്റ്റമേഴ്സും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ചില ലോഡ്ജ് നടത്തിപ്പുകാർ, ഇതിനായി മാത്രം ഓടുന്ന ഓട്ടോറിക്ഷകൾ, പിണിയാളുകൾ എന്നിവരുടെ താവളമാണ് പട്ടണം. മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇത്തരം ആളുകളുടെ നിര തന്നെയുണ്ട് എപ്പോഴും. രാവും പകലും കടകളുടെ മുന്നിൽ തട്ടുപലകയിട്ട് അച്ചാറും മിഠായിയും ഉണക്കമീനും വിൽക്കുന്നു എന്ന വ്യാജേന ഇരിക്കുന്ന പലരും ഏജന്റുമാരോ കാരിയേഴ്സോ ആണെന്നാണ് ജനസംസാരം. വഴിയോര വാണിഭക്കാർക്ക് നഗരസഭ ലൈസൻസ് നൽകി വരാറുണ്ട്. ഇതൊന്നും ഇല്ലാതെയാണ് ലഹരി കച്ചവടക്കാരുടെ വ്യാജ വഴിവാണിഭം. ഇത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും അധികാരികളും വിമുഖരായി മാറിയിരിക്കുന്നു. സിറിഞ്ചിൽ ഹെറോയിൻ നിറച്ച് കുത്തിവയ്ക്കുന്ന കാഴ്ച പണ്ടത്തെ തട്ടുപൊളിപ്പൻ സിനിമകളിൽ മാത്രം കണ്ടവർക്ക് ഇന്നിപ്പോൾ നേരിട്ട് കാണാം പെരുമ്പാവൂരിൽ. പോലീസിന്റെ പരിശോധനകളും കഞ്ചാവ് പിടിച്ചെടുക്കലും തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പിടിക്കപ്പെടുന്ന പ്രതികളാകട്ടെ അല്പ ദിവസത്തിനുള്ളിൽ ടൗണിൽ സ്വൈര്യവിഹാരം നടത്തുന്നതും പതിവ് കാഴ്ച. ലഹരി വസ്തുക്കളാകട്ടെ ടൗണിൽ സുലഭവുമാണ്. മാധ്യമങ്ങളെ അറിയിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ മേൽനോട്ടത്തിൽ നടക്കുന്ന ലഹരി വേട്ടയാണ് മറ്റൊരു പ്രഹസനം. വന്നപാടെ ലഹരി ചാക്കുകൾ കണ്ടെത്തി നടപടിയിലേക്ക് നീങ്ങും ഇവർ. പെരുമ്പാവൂരിന്റെ മുക്കും മൂലയും അറിയുന്നവർക്ക് പോലും കഴിയാത്ത നിധി കണ്ടെടുക്കൽ നാടകമാണ് അന്യദേശക്കാരായ ഈ ഉന്നതർ കാഴ്ചവെക്കുക. ലഹരി വേട്ടയും അന്വേഷണവും പ്രതിചേർക്കലും എല്ലാം ഒരു കൊടുക്കൽ വാങ്ങൽ പ്രോഗ്രാമായി മാറിയിരിക്കുന്നു. എല്ലാത്തിനും പിന്നിൽ നാട്ടുകാരായ ചിലരുടെ കള്ളക്കളികളാണ്. അതാരും പുറത്തു പറയില്ല. പിടിക്കപ്പെടുന്ന അന്യസംസ്ഥാനക്കാരുടെ മറപറ്റി ഇത്തരക്കാർ പിന്നെയും കൊഴുക്കുന്നു. പ്രതികളെ ജാമ്യത്തിലിറക്കാൻ കരം തീർത്ത രസീതുമായി നാട്ടുകാർ ചെല്ലുന്നതാണ് അതിന്റെ ഹൈലൈറ്റ്. ചെറിയ റൂമുകളിൽ 10-20 പേർ പാർക്കുന്ന കെട്ടിടങ്ങളും ലോഡ്ജുകളും ധാരാളമാണ് ടൗണിലും സമീപ പ്രദേശങ്ങളിലും. ആര് എന്ത് എന്നൊരു ചോദ്യം ആർക്കുമില്ല. മതിയായ രേഖകൾ ഇല്ലാതെയാണ് ഇവരുടെ താമസം. ഇതിനെല്ലാം എതിരെ വ്യാപാരികൾ ഉയർത്തിയ പ്രതിരോധം വെറും വനരോധനമായി മാറിയെന്നതും എടുത്തു പറയണം. ലാഭവും കമ്മീഷനും മാത്രം ലക്ഷ്യമാക്കി ലഹരി വിൽപ്പനക്കാർക്കും മാംസക്കച്ചവടക്കാർക്കും ഒത്താശ ചെയ്യുന്ന നാട്ടുകാരും ഗുണ്ടകളും ഇവരുടെ താളത്തിന് തുള്ളുന്ന അധികാരികളും പോലീസും എക്സൈസും ചേർന്നാണ് പെരുമ്പാവൂരിന്റെ സാംസ്കാരിക തനിമയ്ക്ക് തുരങ്കം വെച്ചത് എന്ന കാര്യം ഉറപ്പ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജൂലൈ 3-ന് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാവൂരിൽ എത്തുമ്പോൾ ഈ നെറികേടുകൾക്ക് അറുതി വരുമോ? ഈ ലഹരി കച്ചവടക്കാരും പിമ്പുകളും ഗുണ്ടകളും പിടിക്കപ്പെടുമോ? പെരുമ്പാവൂരിന്റെ പെരുമ വീണ്ടുകിട്ടുമോ? നാടിന്റെ നന്മകളെ ലഹരിക്ക് ഒറ്റിക്കൊടുക്കുന്ന കാട്ടുകള്ളന്മാരായ നാട്ടുകാർക്ക് പിടിവീഴുമോ? കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ പെരുമ്പാവൂർ പട്ടണം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.